ഇന്നത്തെ ഇൻട്രോ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല, കാരണം ഭയങ്കര ചകപൊക്കെയായിരുന്നു. ഇന്ന് മിച്ചുനെ നോക്കുന്ന ചേച്ചി വരുന്നില്ല എന്നല്ല, ഒരു 1 hour ലേറ്റ് ആകും. ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് ഒരു സ്ഥലത്ത് ജോലി കിട്ടിയിട്ടുണ്ട് എന്നൊരു സ്കൂളിൽ, അപ്പോൾ അവിടെ എന്തോ മീറ്റിംഗ് ആണ്. അപ്പം ലേറ്റ് ആവുമെന്ന് ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞ്. അപ്പം ഞാൻ എന്താക്കി, മിച്ചുവിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ജോഹാൻ, അന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്ത. അപ്പം ആളടുത്ത് താഴെ ആക്കി രാവിലെ വേഗം എണീപ്പിച്ചു, ഇഡ്ഡലി കൊടുത്തു. അതിനുശേഷം താഴെ ആക്കിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് എനിക്കിപ്പോഴും വയ്യായി ഉണ്ട്, ചെറുതായിട്ട് ഒരു കോൾഡിൻ്റെ ഒക്കെ സാധനം ഉണ്ട്. രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല, എൻ്റെ കണ്ണൊക്കെ എന്തോ ആയിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ആകെ 2 days സിക്ക് ലീവ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി ആനുവൽ ലീവിന് ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴല്ല, എൻ്റെ അനിയൻ്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പം അപ്പോഴേക്ക് വരാനാണ് കാത്തു നിൽക്കുന്നത്. അപ്പം പിന്നെ ആനുവൽ ലീവ് പോയാൽ അത് പ്രശ്നമാകും. അപ്പം അങ്ങനെ എന്തായാലും പോയി നോക്കട്ടെ. വയ്യാന്നാണെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. എനിക്ക് കുറച്ച് മൺഡേയിലേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇന്ന് പോയിട്ട് ചെയ്ത് തീർത്താൽ എനിക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഓഫീസിൽ പോട്ടെ, എന്നിട്ട് വന്നിട്ട് ഇന്ന് എനിക്ക് അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു നോർമൽ ഒരു മീറ്റിംഗ് ആണ്, പക്ഷെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ വയ്യായി ഉള്ളതുകൊണ്ട് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് 2-3 കാര്യങ്ങളും കൂടി സബ്മിറ്റ് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു ഇന്ന്. ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പോവില്ലായിരുന്നു. ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് വയ്യാത്ത ഫീലിംഗ് ഉണ്ട്. പിന്നെ ഞാൻ വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. വൈറൽ ഫീവർ ആയതിനെക്കൊണ്ട് 2 ദിവസമല്ലേ ലീവ് എടുത്തിട്ടുള്ളൂ, അവർക്കൊക്കെ വരുമോ എന്നുള്ളത്. പക്ഷെ ഓഫീസിൽ മൊത്തത്തിൽ ഒരു എല്ലാവർക്കും ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയാകുമ്പോഴേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര കഷ്ടം തന്നെയാണ് ഈ വർക്കിങ്ങും ഈ മക്കളെ ഹാൻഡിൽ ചെയ്യലും ഉള്ള ആൾക്കാരെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു നാട്ടിൽ. ഞാൻ മിച്ചുവിനെ താഴെയുള്ള വീട്ടിലല്ലേ വെച്ചിട്ടുള്ളത്. അപ്പം ചേച്ചി ഇന്ന് സ്കൂളിൽ പരിപാടിക്ക് പോയിട്ട് വരാൻ 10:30 എത്തുമെന്നാണ് പറഞ്ഞ്. പക്ഷേ ഇത്ര നേരം ഇപ്പം 12-1 മണിയായി, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം അവരാണെങ്കിലും നാട്ടിലേക്ക് പോവാണ്, സോഹൻ്റെ ഫാമിലി നാട്ടിലേക്ക് പോവുക. അപ്പോൾ അവർക്കും പാടായിരിക്കും. അപ്പോൾ അവരിങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചു വരാനായോ എന്ന് വിളിച്ച് നോക്കുക. അപ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതിനെ കൊണ്ട് ഞാൻ ഹാഫ് ഡേ, ഞാൻ കുറച്ച് അപ്രൂവൽസ് എടുത്തിട്ട് എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 1 മണി ആവുന്നേ ഉള്ളൂ. 12:45 ആകുമ്പോഴേക്കും ഞാൻ സംസാരിച്ച് മാനേജറോട് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇറങ്ങുക ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഡിഫിക്കൾട്ടാണ് സത്യത്തിൽ. ഒരു പരിധി വരെ സത്യത്തിൽ ഈ അമ്മമാർക്കാണ് ഈ പ്രഷർ മൊത്തം വരുന്നത്. ഞാൻ ജെൻഡർ വെച്ചിട്ട് പറയല്ല, പക്ഷെ എപ്പോഴും ഈ അച്ഛന്മാർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പണി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അവരത് നോക്കിയിട്ട് അതൊന്നും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റില്ല. പക്ഷെ നമ്മളെപ്പോഴും കോൺസ്റ്റൻ്റ്ലി ചിന്തിക്കാൻ മക്കളെ കാര്യം, പിന്നെ വീട്ടിൽ എന്തായിരിക്കും ഇപ്പം പറഞ്ഞ പോലത്തെ ഈ സംഭവങ്ങളുണ്ട്, ഈ കോർഡിനേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ തലയിലേക്കും. പ്രത്യേകിച്ച് എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, ഓഫീസിൽ പോയി ഇതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ ഞാൻ ലീവ് എടുത്തിട്ട് വീണ്ടും പോകുന്നു. 2 ദിവസം ഓൾറെഡി ലീവ് ആയിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ചില സമയത്ത് ഞാൻ ശരിക്കും വിചാരിക്കും ഈ നമ്മളെ മൂഡ് സ്വിങ്സ് ഉണ്ടല്ലോ ഈ ഗേൾസിനുണ്ടാകുന്ന, അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ പ്രഷർ നമ്മളായിട്ട് എടുത്ത് വെക്കുന്ന പ്രഷറാണ് ഇതൊക്കെ. പക്ഷെ നമ്മളും കൂടി നോക്കിയിട്ടില്ലെങ്കിലോ എന്ത് ചെയ്യും, എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഇറ്റ്സ് വെരി ടഫ് ഫോർ മീ. ഇപ്പം കുറച്ചായിട്ട് ഇറ്റ്സ് ഗെറ്റിംഗ് ഓൺ മൈ ഹെഡ്. ഞാനിവിടെ മിച്ചുവിനെ സുഹാൻ്റെ അടുത്ത് ആക്കിയതായിരുന്നു. അപ്പം മിച്ചുവിനെയും കൂട്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് നൈറ്റ് നമുക്ക് സുബീഷേട്ടൻ വരുന്നുണ്ട്. സുബീഷേട്ടൻ മിഥുൻ്റെ കസിനാണ്, ഏട്ടനാണ്. അപ്പോൾ ഏട്ടനും ഫാമിലി ഇന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്. മിക്കവാറും അവർ രാത്രിയാണ് വരുന്നത്. എന്നെ കൊണ്ട് അവർ ഫറാറി വേൾഡിലൊക്കെ പോയിട്ട് വരികയാണ്. മിഥു ആയിരുന്നു ഉന്നയിച്ചിട്ട് ഇവിടുത്തെ കാര്യം. എനിക്ക് ഒട്ടും വയ്യായിരുന്നു, നല്ല കോൾഡായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ബാക്കി ഇതൊക്കെ പൊട്ടിപ്പോയതാണ് കേട്ടോ. ഒരു പ്രാവശ്യം സുഹാനും മിച്ചും കൂടി കളിച്ചിട്ട് മൊത്തത്തിൽ വീണ് അങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ രാത്രി അഥവാ അവർ ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനമൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ മിഥുവും മിച്ചും കൂടി സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ട്
ഒരു എത്ര മണിക്കൂറായി, 6 മണിക്കൂറിന് മുകളിലായി. എത്ര നേരമായിട്ടും കാണുന്നില്ല. എനിക്കൊന്ന് വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആവണമായിരുന്നു. മേലൊക്കെ ഒന്ന് കഴുകി മാറ്റി ഒന്ന് വൃത്തിയാവണം. പിന്നെ വീട്ടിൽ കുറച്ചും കൂടി പണി പെൻഡിങ് ഉണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാനും കോൾഡ് ആയതിനെക്കൊണ്ട് ഞാൻ ഫുള്ള് കിടത്തം തന്നെയായിരുന്നു. മാറ്റിയിട്ട് പോലുമില്ല. നോക്കി അങ്ങനെ തന്നെ വന്നതാ. വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട്. ട്രോളി ആയിട്ട് വരുന്നുണ്ട്. 2 സാധനം വാങ്ങാനാ പോയെ. പക്ഷെ മിച്ചുള്ളതിനെ കൊണ്ടാണോ എന്ന് അറിയില്ല. എനിക്ക് ആരെങ്കിലും വരുന്നുണ്ട് വീട്ടിലേക്ക് എന്ന് പറയുമ്പം വൃത്തിയായിട്ടില്ല എന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഫുള്ള് ഇങ്ങനെ ഓരോ സാധനം പോലും എനിക്ക് ആരെ കണ്ണിലും പെടാത്ത കാര്യം പോലും എനിക്ക് വരും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. എന്നിട്ട് മിതു ചോദിക്കും ഇതൊന്നും ആരും കാണാൻ പോകുന്നില്ല, ഇതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയില്ല, എനിക്കത് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് എന്നും ഒരാൾ ഒരു 5 മിനിറ്റ് വന്ന് പോണ ആളായാൽ പോലും എനിക്ക് അതൊരു ചെറിയ പ്രശ്നമാണ്. മൊത്തത്തിലൊന്ന് നീറ്റാക്കി വെക്കണം. അതുകൊണ്ട് തലയണ കവറൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വിരിയൊക്കെ വിരിച്ച് അല്ലറ ചില്ലറ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നീറ്റ് ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ മട്ടൻ കറി വെച്ചതും ഇതുമായിരുന്നു. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി. അങ്ങനെ ചെറിയ ചെറിയ കാര്യം. എന്താണ് വലിയച്ഛനോ? ഏതാണ് ഇത് വരച്ചതോ? അയ്യോ, വന്നിട്ട് കാണിച്ചു കൊടുക്കണേ. പിമ്പിൾസ് ഉണ്ടോ വലിയച്ഛനോ? മിച്ചു പാവ എൻ്റെ കൂടെ നിന്നിട്ട് ബെഡ്ഷീറ്റ് വിരിക്കാനാണെങ്കിലും അങ്ങനത്തെ കുറേ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു. ആക്ച്വലി മിച്ചുവിന് വലിയച്ഛൻ വരുന്നതെന്ന് പറയണത് ഭയങ്കര എന്തോ സംഭവം പോലെയാണ്. അവന് ഭയങ്കര ഹാപ്പിയാണ്. അവനാണ് തലേന്ന് പറഞ്ഞത് വലിയച്ഛൻ കളിക്കാൻ വരുമോ എന്നുള്ളത്. അത് എന്ത് ഇൻഡ്യൂഷനിലാണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. എൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയുള്ള കോലത്തിലെത്തി. പിന്നെ ഞാൻ നമ്മൾ സെൻറ്റഡ് ക്യാൻഡിൽസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച്. മിച്ചുതാ ഈ ഇരിക്കാൻ വേണ്ടി തുടങ്ങിയതാ. രാവിലെ മുതൽ വലിയച്ഛൻ വരുമെന്നും പറഞ്ഞിട്ട് വലിയച്ഛനെ വീഡിയോ എടുത്ത് അയക്കുന്നൊക്കെ പറഞ്ഞിട്ട് തലേന്നേ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കളിക്കാൻ വാന്നൊക്കെ പറഞ്ഞിട്ട്. ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതുകൂടി ചെയ്തിട്ട് വരാം. അങ്ങനെ റൂമും എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സുബീഷേട്ടനും വിദ്യേച്ചും 2 മക്കളും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാത്തൊരു സാധനം പെട്ടെന്ന് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദീകരിച്ച് പറയാം. പക്ഷേ ഇവിടെ ചെറുതായിട്ടൊരു ഇൻട്രോ കണ്ടോ കേട്ടോ. അതെന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരു വീഡിയോയിൽ നല്ല ലെങ്ത് ആയിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കണം എന്നുള്ളതിനെക്കൊണ്ടാണ്. പക്ഷെ ഒരു ചെറിയ ഹിന്ദി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പം കണ്ടിട്ട് വായോ. ഞാൻ വേറെ ആർക്കും ബുക്ക് കൊടുത്തിട്ടില്ല. ഞാൻ നാട്ടില് അമ്മയ്ക്കും പപ്പിക്ക് അയച്ചു കൊടുത്ത്. ഇനി കുറെ ബുക്ക് ഇതിന് എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. പക്ഷെ അവരൊരു 1 മണിയായപ്പം പോയിട്ടുണ്ട്. മിച്ചുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു വലിയച്ഛനും വലിയമ്മേനും മക്കളെ. അതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചില. കൂടെ പോവാൻ വേണ്ടിയിട്ട് കുറേ കളിച്ച്. പക്ഷെ അവർക്കൊക്കെ സ്കൂൾ തുറക്കുന്നതിനെ കൊണ്ട് വിട്ടിട്ടില്ല കേട്ടോ കൂടെ. കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കുന്നതിനെ കൊണ്ടാണ് അവർ സ്റ്റേ ചെയ്യാണ്ടിരുന്നത്. എല്ലാച്ചെന്നെങ്കിലും ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പോവാന്നാണ് പറഞ്ഞ്. എങ്ങനെയൊക്കെയോ അടുത്ത ആഴ്ച കൊണ്ടുപോവുക വലിയച്ഛൻ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തിയിട്ട് ഇരുത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് പോയൊരു ദിവസമായിരുന്നു. ഭയങ്കര ഹെക്ടിക്കായിരുന്നു, പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ സുബീഷേട്ടനും ഫാമിലിയും പോയി. ഞാൻ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല. കാരണം വിദേശിക്കും മക്കൾക്കും അങ്ങനെ വീഡിയോയിൽ വരാൻ വലിയൊരു മനസ്സിലായോ ഒരു ഇതില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ തോട്ടറിലാണ് നമ്മൾ വെറുതെ ഇങ്ങനെ എന്താ പറയുക വീഡിയോയിൽ കൊണ്ടുവരുന്നത് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളാണെങ്കിലും ഫാമിലി ടൈം അല്ലേ. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം ഒരു 1 മണി ആയിട്ടുണ്ടാവും രാത്രി പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊരു കുട്ടി വീഡിയോ ആണോ വലിയ വീഡിയോ ആണോ എനിക്കറിയില്ല. ബാക്കി നാളത്തെ വീഡിയോയും കൂടി ഞാൻ ചിലപ്പം ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഖത്തം കുത്തം ഹോ ഗയാ.